And action. നല്ല ചൂടുണ്ടല്ലേ? ചൂടൊന്നുമില്ല. സമയം എത്രയായി? 5:30. ഗേൾഫ്രണ്ടിനെക്കാളും നിൽക്കുമായിരിക്കും. മടങ്ങി അല്ല, വാലന്റൈൻസ് ഡേ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ബസ്സൊക്കെ പോയി കയറിപ്പോയില്ല. അതിന് ഗിഫ്റ്റ് അതുകൊണ്ട് ചോദിച്ചാൽ ഞാൻ ഗേൾഫ്രണ്ടിനെക്കാളും നിൽക്കും. എന്നിട്ട് ഇയാളുടെ കയ്യിലൊന്നും കാണുന്നുണ്ട്. ഞാൻ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ വേറെ കുറച്ച് വലിയ സെറ്റപ്പ് സർപ്രൈസ് ആയിട്ട് കുറെ പരിപാടി പ്ലാൻ ചെയ്ത് വെച്ചേക്കാം. അത് ഗിഫ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്താ റൂമിൻ്റെ പ്രശ്നം? ഞാനിപ്പോഴത്തെ പിള്ളേരുടെ കാര്യം ആദ്യം തന്നെ സസ്പെൻസ് പൊളിച്ച് കാണിക്കാൻ. എടാ ഇങ്ങനെ ഫിസിക്കൽ റിലേഷൻ മാത്രമല്ല, മനസ്സിന്റെ പ്രണയം അതാണ് നോക്കേണ്ടത്. അതല്ല ഇങ്ങനെ റൂം എടുക്കുക ഓയോ വല്ലോ തന്നെ. എന്റെ പുണ്യേട്ടാ ഈ പറയുന്ന സാധനമൊക്കെ പണ്ട് ഈ ആദാമിന്റെ ഒക്കെ കാലത്തുള്ള സംഭവം, ഈ ദിവ്യപ്രേമവും മറ്റൊന്നും മറിച്ചതൊക്കെ ഇപ്പൊ എല്ലാം ഓപ്പൺ ആയിരിക്കും. നമ്മൾ ഓപ്പൺ ആയിട്ട് അവരെ കാണിക്കും, അവർ ഓപ്പൺ ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് കാണിക്കും. അതൊക്കെ ഇപ്പൊ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ കുട്ടി മറിച്ചിട്ട് അവരുടെ പാട്ട് പോകും. എന്റെ പെൺകുട്ടിയുണ്ടല്ലോ അതുപോലെ മനസ്സിലായോ, ശാരീരിക സൗന്ദര്യമുള്ളത്. ഞാൻ ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞാൽ അവളെ അങ്ങോട്ട് അതിന്റെ അപ്പുറം നടക്കില്ല. ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞാൽ ഇതേ ഉള്ളൂ പരിപാടി. പെൺകുട്ടികളെ എന്താ പറയുക, പഴയ മെയിൻ ഷോസ് പരിപാടി അതൊക്കെ എന്താണ് ഇത് ഓപ്പൺ പറയും. അവൾ പറയുന്നത് ഞാൻ ചെയ്യും. അവൾ എന്ത് ആഗ്രഹിക്കുമ്പോൾ അതേ ഞാൻ ചെയ്യും. ഫുൾ ഫ്രീഡം ആയിരിക്കണം. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഈ അടച്ചിട്ട ഇതാണെങ്കിൽ എന്താ സർക്കസിൽ പരിപാടി എത്ര നാളെ ഈ വണ്ടി ഓടണമെന്ന് നമുക്കൊന്നും കണ്ടറിയാം. ഒന്നുമില്ല. എന്റെ ആളെ അത്യാവശ്യം നല്ല സാധനങ്ങളുള്ള കമ്പനിയാണ്. എന്റെ ആള് TCS-ലാണ്. അത്യാവശ്യം നല്ല അടിപൊളി കമ്പനിയാണ്. TCS ടാറ്റയുടെ കമ്പനി. നല്ല ശമ്പളം കൊടുക്കുന്നത് നമ്മള് നിന്നെ പോലെ തന്നെ ആയിരിക്കും. പക്ഷെ നിനക്കറിയില്ല ഇങ്ങനെയാണ് സ്വന്തം ഞാൻ അത്രയ്ക്ക് സ്നേഹം ആവശ്യമില്ല. സ്നേഹം മാത്രം കൊടുത്താൽ മതി. ഇപ്പോഴത്തെ സ്നേഹം കൊടുക്കാൻ ഇങ്ങനെയാണോ സ്നേഹം കൊടുക്കുന്നത്? വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഒന്നും കൊടുക്കുന്നു. അതല്ല സ്നേഹം. പിന്നെ കുറച്ച് പേര് ആ ബൈക്കിന്റെ വേണ്ടി കയറിപ്പോയി. അശ്വതി അശ്വതി അപ്പോഴേ തോന്നി കാശം കൊടുത്തു. അതായത് ഇത് ആദ്യത്തതല്ല. ഇപ്പൊ ഈ ഗിഫ്റ്റൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്നു. എല്ലാവരും പോയി അല്ല ചേട്ടൻ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവള് പോയി വെച്ചിട്ട് കള്ളം എന്തായാലും റൂമൊക്കെ ഉണ്ട്. ഒരുപാട് ഷെയർ കുപ്പി നമ്മളെല്ലാം ചുറ്റുകൂടി കിടക്കാൻ നമുക്ക് ഈ വാലന്റൈൻസ് അടിച്ച് കൊടുക്കണം. ക്രെഡിറ്റ് കാർഡ്